Hi friends, welcome to Sakshi Kitchen. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചായയുടെ കൂടെ ചൂടോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. അതിനായിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇത് വറക്കാത്ത റവയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1 കപ്പ് കടലമാവാണ്. അതും കൂടി ചേർക്കാം. എത്രയാണോ നിങ്ങൾ റവ എടുത്തത് അത്ര തന്നെ കടലമാവും എടുക്കണേ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കലക്കി എടുക്കണം. ഞാനിവിടെ 3.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയില്ലാതെ കലക്കി എടുക്കണം. പിന്നെ ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ ടോട്ടൽ എനിക്ക് 3.25 കപ്പ് വെള്ളം വേണ്ടി വന്നു ഇത് തയ്യാറാക്കാൻ. ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കലക്കി എടുക്കാനേ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് ജീരകം ചേർക്കാം. ഇനി 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവില്ലേ അതൊന്ന് നല്ലോണം ഇളക്കിയെടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈ വിടാതെ നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് കുറുകിയിട്ട് ഇതുപോലെ പാനിൽ നിന്ന് വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് 1 മിനിറ്റും കൂടി ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇത് അടച്ചു വയ്ക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അടച്ചു വയ്ക്കുക. നമ്മൾക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന ചൂടാറുമ്പോൾ കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ല അതുപോലെ ചൂടാറിയതിന് ശേഷം കുഴക്കരുത്. ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് മുളക് ചതച്ചത് ചേർക്കുക. 3/4 ടീസ്പൂണോളം ചാറ്റ് മസാല ചേർക്കാം. പിന്നെ 1 ടീസ്പൂണ് മല്ലി ചതച്ചത് ചേർക്കാം. മല്ലി ചതച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഇത് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. ഇനി കുറച്ച് എണ്ണ നമ്മുടെ കയ്യിൽ തടവിയതിന് ശേഷം കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കാവുന്ന ചൂടിൽ തന്നെ കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ്. ഇത് അരമുറി നാരങ്ങയുടെ നീരാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ലോണം എണ്ണ തടവി ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് എടുത്ത് നമുക്ക് കൈകൊണ്ട് ഒന്ന് പരത്തിയിട്ടെടുക്കാം മാവ്. അപ്പോൾ ഒരു കട്ട്ലേറ്റിൻ്റെ കട്ടിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ വേണം നിങ്ങൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് സെറ്റാകാനായിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു അടപ്പ് ഉപയോഗിച്ചിട്ടാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വറുത്തെടുക്കാനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഒരു വശം ആകുമ്പോൾ പതുക്കെ ഒന്ന് തിരിച്ചിടുക. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇനി നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.